لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 133-ാമത്തെ വചനമാണ് ആമുഖമായി ശ്രദ്ധയിൽ ഓതിവച്ചത്. പ്രസ്തുത ആയത്തിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു സമയം പൂർവപിതാവായ പ്രവാചകൻ തന്റെ മക്കളെ വിളിച്ച് നടത്തിയിട്ടുള്ള ഒരു നിർദ്ദേശത്തെ, ഗൗരവമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്കാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ അതിനിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ സമയമാണ്. മരണം മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്തിന്റെ പശ്ചാത്തലമാണ് ഈ ആയത്തിന്റെ ഇതിവൃത്തമായിക്കൊണ്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നാം ധാരാളം യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. ഈ യാത്രയിലുടനീളം
പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളെ, ബിൽഡിങ്ങുകളെ, അല്ലെങ്കിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവയുടെ വലുപ്പവും അവന്റെ വിസ്തൃതിയുമൊക്കെ ആലോചിച്ചുകൊണ്ട് മനുഷ്യരായ നമ്മൾ പലപ്പോഴും അതിന്റെ മുമ്പിൽ ആശ്ചര്യത്തോടുകൂടി നിൽക്കുന്ന ബിൽഡിങ്ങുകളെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ബിൽഡിംഗ് അങ്ങനെ നിൽക്കുവാനുള്ള കാരണം എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തറ, അടിത്തറ ഭദ്രമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശക്തമായതുകൊണ്ടാണ്. അല്ലെങ്കിലോ എത്ര വലിയ കെട്ടിടങ്ങളാണെങ്കിലും അവയുടെ അടിത്തറ ഭദ്രമല്ല എങ്കിൽ അത് തകർന്നു വീഴും എന്നത് ഏതൊരു മനുഷ്യനും അറിയുന്ന, ഏതൊരു കുട്ടിക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ വിശ്വാസികളാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും വാക്കായി അവർ നൽകുന്ന, മക്കൾക്ക് നൽകുന്ന ഉപദേശമായി ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ബഖറയുടെ 132 ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിർദ്ദേശമാണ്, ഉപദേശമാണ്, വസിയ്യത്താണ്. അതേപോലെ തന്നെ രണ്ടാമത് ഓതി വച്ചതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഉപദേശമായി, മക്കൾക്ക് നൽകുന്ന ഉപദേശമായിട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ് നൽകുന്നത്? വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. എന്താണ് വസിയ്യത്ത് നൽകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, യാക്കൂബ് നബിയും അതേ വസിയ്യത്ത് നൽകി. എന്താണ് ആ വസിയ്യത്ത്? യാ ബനിയ, എന്റെ പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു നിങ്ങൾക്ക് ശരിയായ മതത്തെ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും വസിയ്യത്ത്, തന്റെ മക്കൾക്ക് നൽകുന്ന വസിയ്യത്തായി വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ്. അത് തന്നെയാണ് ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 133 വചനത്തിലൂടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അം കുന്തും ശുഹദാ. ഈ വിശുദ്ധ വേദഗ്രന്ഥം വായിച്ചു പോകുന്ന ഓരോ മനുഷ്യന്റെയും ശ്രദ്ധ അള്ളാഹു ക്ഷണിക്കുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണമാസന്നമാകുന്ന ആ ഒരു സമയത്തിലേക്കാണ്. നിങ്ങൾ സാക്ഷികളായിരുന്നോ? നിങ്ങൾ സന്നിഹിതരായിരുന്നോ? എപ്പോ? ഇത് ഹളറ യാക്കൂബ് അൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ആ ഒരു അവസരം, ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ പാരത്രികമായ ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായ ആ മരണം ആസന്നമാകുന്ന സമയത്ത് നിങ്ങൾ അവിടെ സാക്ഷികളായിട്ടുണ്ടായിരുന്നോ എന്ന് ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണ് തന്റെ മക്കൾക്ക് നൽകുന്നത്? ഇദ് ഖാല ലിബനീഹി,
ഇദ് ഖാല ലിബനീഹി, തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ് അവരോട്, തന്റെ മക്കളോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്നതാണ്. ഖാലു, ആ സമയത്ത് അവർ പറയുന്നുണ്ട്, എന്താണ് അതിന് നൽകുന്ന മറുപടി? നഅബുദു ഇലാഹക, നഅബുദു ഇലാഹക, ഞങ്ങൾ ആരാധിക്കുന്നത് പിതാവേ അങ്ങയുടെ രക്ഷിതാവിനെയാണ്, ആരാധനയാണ്. വ ഇലാഹ ആബായിക ഇബ്രാഹിം, അങ്ങയുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇലാഹിനെയാണ്. വ ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇലാഹിനെയാണ്. വ ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇലാഹിനെയാണ്. ആ ഇലാഹാരാണ് ഇലാഹം വാഹിദ, ഏകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അങ്ങയുടെ പിതാക്കന്മാരുടെ ആരാധ്യന്മാർ ആരായിരുന്നോ ആ ആരാധ്യന്മാരെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മാത്രമല്ല വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് പൂർണ്ണാർത്ഥത്തിൽ കീഴൊതുങ്ങിയവരുമായിരിക്കുമെന്ന് അവിടെ തന്റെ മക്കളുടെ മറുപടി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭ്യമാകുന്ന സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? നമുക്ക് നൽകിയ ഹിദായത്ത് അള്ളാഹു സമ്മാനമായി ലഭ്യമായ ആളുകളാണ് നമ്മൾ. ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്, മുജാഹിദ് മഹല്ലിലാണ്, മുജാഹിദ് കുടുംബത്തിലാണ്. പലപ്പോഴും അതിന്റെ ആദർശത്തെ സംബന്ധിച്ച്, അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പലപ്പോഴും ബോധ്യപ്പെടാത്ത ആളുകളാണ് ഞാനടക്കം. മുജാഹിദ് ആദർശത്തിൽ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അത് തന്റെ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തവരിലേക്ക് നോക്കണം. നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മതം ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി ആ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നെത്തി, അതിന്റെ പേരിൽ വളരെ വലിയ പ്രയാസങ്ങൾ, നാട്ടിൽ നിന്ന് നേരിട്ട, കുടുംബത്തിൽ നിന്ന് നേരിട്ട, ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് വേറിട്ടു പോരേണ്ടി വന്നിട്ടുള്ള, അതേപോലെ തന്നെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ ഈ മതം അംഗീകരിച്ചതിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ തൗഹീദിന്റെ ആദർശത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുക എന്നതാണ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചില മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോ കൃത്യമായും തൗഹീദ് ഉൾക്കൊണ്ട പല ആളുകളും ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കാത്ത, ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും കുടുംബങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തേ അതിന്റെ പ്രശ്നം? താൻ മനസ്സിലാക്കുന്ന ആദർശത്തെ തങ്ങളുടെ കുടുംബത്തിലേക്ക്, തങ്ങളുടെ മക്കളിലേക്ക് എത്തിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ്. ഇനി അല്ലെങ്കിലും മറിച്ചൊന്ന് വരാനുള്ളത്, പലപ്പോഴും നമ്മുടെ ആദർശവും നമ്മുടെ ആ ആദർശത്തിന്റെ മഹിമയും അത് കൃത്യമായും മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വസിയ്യത്ത് നൽകാൻ കഴിയണം എന്നതാണ്. ഞാൻ മരണപ്പെടുമ്പോ എന്റെ മക്കൾക്ക്, മരണപ്പെടുന്നതിന് മുമ്പ് എന്റെ മക്കളോട് വസിയ്യത്ത് നൽകാൻ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്റെ കാലശേഷം അതാണ് ചോദിക്കുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ഏതൊരു ഇലാഹിനെയാണ് നിങ്ങൾ ആരാധിക്കുക? അവരുടെ മറുപടി, കാലു, ഞങ്ങൾ ആരാധിക്കും. ആരെയാണ് ആരാധിക്കുന്നത്? നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ആ പിതാവിന് ലഭ്യമാകുന്ന സന്തോഷം എത്രയാണ് പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നു. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള തൗഹീദ്, അത് കുടുംബത്തിന്റെ പേരിൽ എന്റെ മരണാനന്തരം അതിന്റെ ചടങ്ങുകളിൽ അനാവശ്യമായ അല്ലെങ്കിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ വരരുത് എന്ന്, എന്റെ ആദർശം ഇന്നതാണ് എന്ന് തന്റെ കുടുംബത്തെയും മക്കളെയും ബോധ്യപ്പെടുത്താൻ വസിയ്യത്ത് നൽകുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് അവിടെ വകയിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാർ അവർ ഇന്ന ആദർശത്തിലാണ്, അവരുടേത് കൂടി കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർവഹിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗൗരവം തിരിച്ചറിയാത്തത് കൊണ്ടാണ്.
അത് വളരെ ഗൗരവത്തിൽ എടുക്കണം എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം, ആ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറ, അത് വിശുദ്ധ ഖുർആൻ അവൻ നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആളുകളാണ്. ശരിയായ ആദർശം എന്താണ് എന്നത് കൃത്യമായും തിരിച്ചറിയേണ്ടവരാണ് നമ്മളെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ശരിയായ ഹുദ ഇതാണ്, തെളിഞ്ഞ വെളിച്ചം ഇതാണ്. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത കറകളഞ്ഞ തൗഹീദ് അല്ലെ. നോക്കൂ നിങ്ങൾ, ദുനിയാവിന്റെ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അത് മനുഷ്യന് സൗഖ്യം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ. അള്ളാഹു അതാ ഉറപ്പിച്ചു നിർത്തുകയാണ്. യുസബ്ബിതുല്ലാഹ്, അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നു. ആരെ? അല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകളെ, ബിൽ ഖൗലി സാബിത്, ആ ഉറപ്പായ വചനം കൊണ്ട്, ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ദുനിയാവിന്റെ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും എന്നാണ്. വയുളില്ലുല്ലാഹു ളാലിമീൻ, അക്രമികളായ ആളുകളെയാണ് അള്ളാഹു വഴിപിഴവിലാക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ നിർവഹിക്കുന്നു. ഇതാണ് സൂറ ഇബ്രാഹിമിന്റെ 27-ാമത്തെ വചനം എന്ന് പറഞ്ഞത്. ദുനിയാവിന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്, പാരത്രികമായ ജീവിതത്തിൽ സ്വർഗം ശാശ്വതത്വം നൽകപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ശരിയായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ആളുകളാണ് എന്നതാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ആ തൗഹീദ് പലപ്പോഴും നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് എത്തിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പിന്നോട്ടു പോകുന്നു എന്നതാണ് ഇന്ന് ആധുനിക മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നതാണ്. ഈ തൗഹീദ് ശരിയായില്ലെങ്കിലോ, ഈ തൗഹീദ് ശരിയായില്ലെങ്കിൽ റബ്ബിന്റെ സഹായം ലഭിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. വിശുദ്ധ ഖുർആൻ പറയാം, ഇന്നാ ലനൻസുറു, തീർച്ചയായും നാം സഹായിക്കുക തന്നെ ചെയ്യും. ആരെ? റുസലന, നമ്മുടെ ദൂതന്മാരെയും, വല്ലദീന ആമനു, അതേപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെയും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിൽ മാത്രമല്ല, വയൗമ യഖൂമുൽ അശ്ഹാദ്, അവർക്ക് കാര്യങ്ങൾ സത്യസാക്ഷ്യമായി എഴുന്നേറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ നന്മതിന്മകളെ വേർതിരിക്കുന്ന, അവന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ കൃത്യമായി നിർണയിക്കുന്ന ആ സമയത്ത് പാരത്രികമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകുന്ന ആളുകൾ അതാരാണ്? തൗഹീദ് കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ്, അതിനെ കൃത്യമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലനിന്നത് ആദർശ പിതാവാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. ഈ തൗഹീദിന്റെ വിഷയത്തിലാണ്. അള്ളാഹുവിനെ എങ്ങനെ സ്വീകരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാനുള്ളത് എന്നതാണ്. അപ്പൊ തൗഹീദ് കൃത്യമായി, നമ്മളൊക്കെ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ തൗഹീദ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അത് എത്തിക്കുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി കൃത്യമായും നമ്മൾ നിർവഹിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. തൗഹീദ് ഇല്ലെങ്കിലോ, നന്മകൾ ചെയ്യുന്നത് കുറെ മനുഷ്യന്മാർ, അവരുടെ തൗഹീദ് ശരിയായില്ലെങ്കിലോ, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞു, വഹുവ ജിമാഉൽ ഖൈർ. തൗഹീദ് എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും സമ്മേളനം. തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യനിൽ ഉണ്ടാവണം. തൗഹീദിന്റെ ഉദാഹരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അവൻ ഏതുപോലെ ആയിരിക്കണം? കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഇങ്ങനെ കൃത്യമായി അല്ലേ, വേരുകൾ ഭൂമിയിലേക്ക് കണ്ടുപോയ, അതേപോലെ തന്നെ എല്ലാവർക്കും തണൽ നൽകുമാറ് ചില്ലകൾ ഉയർന്നു നിൽക്കുന്ന, മാത്രമല്ല
അതിലേക്ക് വരുന്ന ജീവജാലങ്ങൾക്ക് ഫലം നൽകുന്ന, എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ട ഗുണങ്ങൾ പറഞ്ഞു. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ വഹുവ ജിമാഉൽ ഖൈർ, എല്ലാ നന്മയുടെയും സമ്മേളനത്തിന്റെ നിധാനമാണത്. വലാ യുഖബലു ഹസനതൻ ഇല്ലാ ബിഹി, ഒരു മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോ അവന്റെ തൗഹീദ് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നന്മ അവനിൽ നിന്നും സ്വീകരിക്കുകയില്ല. വൽ അമലുൽ ഖലീൽ മഅഹു മുളാഅഫുൻ, എന്നാൽ തൗഹീദുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ അല്പം കുറവാണെങ്കിലും അതിനെ ഇരട്ടിയാക്കി അല്ലാഹു അവന് നൽകുന്നു എന്ന്. മാത്രമല്ല വബിദൂനിൽ അഅമാലി സ്വാലിഹ ഹാബിതത്തുൻ വഇൻ കാന അംസാലുൽ ജിബാൽ, അതുകൊണ്ടാണ് അത് കൃത്യമായും ആ ഒരു പർവ്വത സമാനമായി അവന്റെ അടുക്കൽ നന്മകൾ ഉണ്ടെങ്കിലും ആ നന്മകളൊക്കെ തൗഹീദില്ലെങ്കിൽ അവന് നഷ്ടമാകുന്നു എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് നന്മകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ നന്മകൾ എന്ത് ചെയ്യണം? അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ ഏകദൈവ വിശ്വാസം നന്നായിരിക്കണം എന്നതാണ്. ഏകനായ റബ്ബിൽ വരമേൽപ്പിക്കണം, അവനിൽ ശിർക്ക് വെക്കാത്ത ആ ഒരു രൂപത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ, ആ കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞൊരു കാര്യം ഒന്ന് മാത്രമാണ്. അതെന്താ? അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ഏകദൈവ വിശ്വാസം മാത്രമാണ്. യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനെ കൂടാതെ നിങ്ങൾക്ക് മറ്റു ഇലാഹുകളില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത കാര്യമായിക്കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അതിന്റെ ഗൗരവം കൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണമാസന്നമാകുന്ന സമയത്ത് പോലും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃത്യമായ ആദർശം ലഭ്യമായിട്ടുണ്ട്. ഈ ആദർശം നമ്മുടെ മക്കളിലേക്ക് നൽകണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞില്ലെങ്കിൽ എന്താ? തൗഹീദ് ശ്രദ്ധിക്കാതിരുന്നാൽ അവൻ എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവനാണെങ്കിലും, അവൻ എത്രമാത്രം ഉയർന്നവനാണെങ്കിലും അവന്റെ പാരത്രികമായ ജീവിതത്തിൽ അവന്റെ കാര്യം പരാജയത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ആരോടാ പറയുന്നത്? അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട്. പ്രവാചകൻ എന്തിനാ വന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞത് നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല എന്ത് പറയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമൂഹത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ടല്ലാതെ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവാചകനോട്, ഉന്നതനായ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ താങ്കളിലേക്ക് ഞാൻ വഹീ നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബലിക, നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലേക്ക് നാം വഹീ നൽകിയിട്ടുണ്ട്. അതെന്താ? ലൈൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് വെച്ചാൽ, ലൈൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് വെച്ചാൽ ലയഹ്ബതന്ന അമലുക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ തീരാ നഷ്ടത്തിൽ ആയി തീരുകയും ചെയ്യും എന്നാണ്. പ്രവാചകനായാൽ പോലും അത് പാടില്ല എന്നാണ്. പ്രവാചകനായാൽ പോലും ആ ശിർക്ക് വെക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ അവിടെ പാരത്രികമായ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണമാണ് അത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം ശാശ്വതത്വം നൽകുന്നതാണ്. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, തീർച്ചയായും ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുവെക്കുന്നുവെങ്കിൽ വഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗമാണ് നിഷിദ്ധമാക്കുന്നത്. അവൻ നരകത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ അവന്റെ സങ്കേതം നരകമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കേണ്ടതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? മൻ മാത, ആരെങ്കിലും മരണപ്പെട്ടു, വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ കൃത്യമായും തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. മാത്രമല്ല ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു അൽ ഇൽമു
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അറിവ് എന്ന് പറയുന്നത് മഅൽ അമലി, അത് പ്രവർത്തനത്തിലൂടെയുള്ളതാണ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിലാക്കിയ പോരാ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. ആ ഇലാഹിനെ ഏകനായ റബ്ബായി സ്വീകരിക്കണം. തന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്റെ പ്രയാസങ്ങളും തന്റെ സന്തോഷങ്ങളും ഒക്കെ ആ റബ്ബിൽ ബരമേൽപ്പിക്കുകയും ആ റബ്ബിനോട് പറയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ മറമാടപ്പെട്ട മക്ബറകളിൽ പോയി പ്രാർത്ഥിക്കുന്നവനല്ല. രോഗം കൊണ്ടോ സാമ്പത്തികമായ പ്രയാസമുണ്ടാകുമ്പോ ജ്യോതിഷം വെച്ച് നോക്കിക്കൊണ്ട് അതിന്റെ പരിഹാരക്രിയ ചെയ്യുന്നവനല്ല. യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയുന്നത് എല്ലാം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ റബ്ബിന്റെ തീരുമാനങ്ങളാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന തിരിച്ചറിവോടെ സകലതും ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ അവന് കീഴൊതുക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ശരിയായ തൗഹീദ് മനസ്സിലാക്കിയവർ എന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വിശ്വാസത്തിൽ കറകളഞ്ഞ ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതിലുപരി അത് ആ നേടിയ വിജ്ഞാനത്തെ, ആ തൗഹീദിനെ നമ്മുടെ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കൂടി കൈമാറ്റം ചെയ്യുവാനുള്ള ശ്രദ്ധ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണമാസന്നമാകുന്ന സമയത്തെ അതിനെ, ആ പശ്ചാത്തലത്തെ വിശ്വാസികൾക്ക് മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആ ഒരു അർത്ഥത്തിൽ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.